നയന അബിക്ക് അടി കിട്ടിയ കാര്യമൊക്കെ ആദർശിനോട് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അവൻ എൻ്റെ കയ്യിൽ നിന്നാണ് അടി കിട്ടേണ്ടത്, അത് മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്ന് പറയും. പിന്നീട് നയന പറയാണ്, അവന് വലിയൊരു തെറ്റ് മറച്ചു വെക്കാൻ സാധിച്ചു, പക്ഷേ അതിൻ്റെ പിറകെ അവൻ ഓരോരോ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാം, അച്ഛനോടും മുത്തശ്ശനോടൊക്കെ ആലോചിച്ചിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് പിന്നീട് കോള് കട്ട് ചെയ്യാണ്. അതിനുശേഷം ആദർശാണെങ്കിലും വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മുത്തശ്ശനും അതുപോലെ തന്നെ ജയനും അജയനും എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശിനോട് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, അബിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് നിന്നോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് പറയട്ടെ. അപ്പോൾ മുത്തശ്ശൻ്റെ സ്വഭാവം അനുസരിച്ച് ഇപ്പോൾ അബിനെ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു, അത് ഇനി പറ്റില്ലല്ലോ, നമ്മൾ നവ്യയുടെ കാര്യം കൂടെ ആലോചിക്കേണ്ടതെന്ന് പറയുമ്പോൾ അജയനും പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ നയനമോളും ആദർശമൊക്കെ ഇങ്ങനെയെല്ലാം സഹിച്ച് നിൽക്കുന്നത് എന്ന് പറയൂട്ടോ. പിന്നീട് ജലജേനെ അതുപോലെ തന്നെ ഒരു അനാഥ കുട്ടിയാണല്ലോ എന്ന് കരുതി കൂടുതൽ സ്നേഹം കൊടുത്തു. പിന്നെ അത് മാത്രമല്ല, ജലജയുടെ സ്വഭാവം സഹിക്കാൻ വയ്യാതെയാണ് അബിയുടെ അച്ഛൻ ഇട്ടിട്ട് പോയത്. അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു, അച്ഛനില്ലാത്ത കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് അവനും ഒരുപാട് സ്നേഹം കൊടുത്തു, അതിൻ്റെയൊക്കെ പ്രശ്നമാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. പിന്നീട് ആദർശിനോടാണെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, ഇനി അവനെ ജ്വല്ലറിയുടെ ഒരു മേൽനോട്ടം കൊടുക്കണ്ട, അവനെ വെറും റബ്ബർ സ്റ്റാമ്പാക്കി നിർത്തിയാൽ മതി എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. മാനേജരോട് വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയണം എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തു, ഇനി എന്തായാലും അത് വേണ്ടാന്ന് തന്നെയാണ് കേട്ടോ ആദർശം പറയുന്നത്. മുത്തശ്ശനും പറയുന്നുണ്ടായിരുന്നു, ഞാനും അയാളെ വിളിച്ചോളാം, നല്ല സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ സംസാരിക്കണം എന്ന് പറയുകയാണ്. പിന്നീട് ജയൻ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഓണാണ് വരാൻ പോകുന്നത്, ആ സമയത്ത് ഷട്ടർ ഇട്ട് സെയിൽ നടത്തേണ്ടി വരും, അപ്പോൾ തിരക്ക് കൂടുതലുള്ള സമയമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ തിരിമറിയൊക്കെ നടത്താൻ എളുപ്പമാവും എന്ന് പറയുമ്പോഴാണ് മുത്തശ്ശൻ പറയുന്നത്, അവനെ വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് ആക്കിയിട്ട് നിർത്തിയാൽ മതി എന്ന് പറയുന്നത് കേട്ടോ. പിന്നീട് അജയനോട് പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ മകന് 3 ബ്രാഞ്ചാണ് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ അവൻ ഒന്നും കൂടെ ഉഷാറായിട്ടുണ്ടെങ്കിൽ ആദർശിൻ്റെ ജോലിഭാരം കുറയില്ലേ എന്ന് പറയുമ്പോൾ ആദർശ് അവനോട് സംസാരിക്കാം എന്ന് പറയാണ്. അനാമിക അവൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവൻ ആകതായി പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയും, അവൻ ഇനി ജ്വല്ലറിയിലേക്ക് പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കള്ളനായിട്ടുള്ള ഒരുത്തൻ നമ്മുടെ ജ്വല്ലറിയിൽ വേണ്ടാന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. എന്തായാലും മുത്തശ്ശൻ പറഞ്ഞ പോലെ അവൻ ഞാനൊരു നോക്കുകുത്തിയാക്കി നിർത്തിക്കോളാം എന്ന് പറഞ്ഞാൽ ആദർശ് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ ജയനോടാണെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ മകൻ സ്വന്തം വില കളഞ്ഞിട്ടാണ് അനിയനെ സപ്പോർട്ട് ചെയ്യുന്നത്, പക്ഷേ അബി എന്ന അസുരൻ അതൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് പറയും. പിന്നീട് അബിയാണെങ്കിലും പുറത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ആദർശ് വിളിച്ചിട്ട് ഇങ്ങനെ താക്കീത് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു പരിപാടി ഇങ്ങനെ നമ്മുടെ ജ്വല്ലറിയിൽ നടത്താറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അബി പറയുന്നത്, അതിപ്പോൾ ഇത്ര വലിയ തെറ്റൊന്നും അല്ലല്ലോ എന്നാണ് കേട്ടോ പറയുന്നത്, പക്ഷെ അങ്ങനെ ഒരു പാരമ്പര്യം മൂർത്തീസ് ജ്വല്ലറിക്ക് ഇല്ല എന്ന് പറയുമ്പോൾ പാരമ്പര്യത്തിൻ്റെ കാര്യമൊന്നും പറയേണ്ടെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ നവ്യ അവിടേക്ക് വരികയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, സ്വന്തം ഭർത്താവിൻ്റെ തെറ്റൊക്കെ ന്യായീകരിക്കുന്ന ഭാര്യ സപ്പോർട്ടായിട്ട് എത്തിയല്ലോ എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ ആദർശേട്ടനല്ല പറയേണ്ടത്, ഇവനാണ് പറയേണ്ടത്, അതെന്താ നിനക്ക് അങ്ങ് പറഞ്ഞൂടെ, ആദർശേട്ടൻ്റെ ഭാര്യയാണ്, ആദർശേട്ടൻ്റെ തെറ്റ് മുഴുവൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ അബിനോട് ഇങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ട്, അതെന്താ അബി നിനക്കിപ്പോൾ പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ അബി പറയും, മൂർത്തീസ് ജ്വല്ലറിയുടെ MD അല്ലേ സംസാരിക്കുന്നത്, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ശിക്ഷ ഉണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ ശിക്ഷയ്ക്ക് കുറവൊന്നുമില്ല അല്ലെങ്കിലും എന്ന് പറയാൻ കേട്ടോ. അബി ചെയ്ത തെറ്റിന് എന്തായാലും ശിക്ഷയുണ്ട് എന്ന് പറയുകയാണ്. അതുപോലെ ഇനിയിപ്പോൾ നീ ഇങ്ങനെ കമ്പനിയിൽ ഒരു കാര്യം ചെയ്യേണ്ട, വെറും ഇങ്ങനെ നോക്കുകുത്തിയായിട്ട് നിന്നാൽ മതി, അതിനുള്ള ശമ്പളം തരും എന്ന് പറയുമ്പോൾ അതിപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, ഒരു ബ്രാഞ്ച് എന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുകളിൽ വേറെ ആളെ കൊണ്ട് വെച്ചില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ഇപ്പോൾ ആളെ വെച്ചിട്ടേ ഇങ്ങനെ, ഇനിയിപ്പോൾ ആളെ വെച്ചില്ലായിരുന്നെങ്കിൽ എന്തായേനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അതുപോലെ തന്നെ ദേവയാനി നയനയൊക്കെ അവിടേക്ക് വരുമ്പോൾ നവ്യാണെങ്കിലും ആദർശിനെ കുറ്റപ്പെടുത്തിയാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള മറുപടി നീ തന്നെ കൊടുത്തു എന്ന് നയനയോട് ആദർശ് പറയാണ് കേട്ടോ. അപ്പോൾ അബി തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനുള്ള ശിക്ഷ അബി ഇങ്ങനെ ഏറ്റെടുത്തേ പറ്റുള്ളൂ എന്ന് തന്നെയാണ് നയന പറയുന്നത്. പിന്നീട് ദേവയാനീനോടാണെങ്കിലും കുറച്ച് കഷ്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് നവ്യ പറയുകയാണ്, ഇപ്പോൾ ഇങ്ങനെ ആദർശേട്ടൻ്റെ സ്ഥാനത്ത് അബിയാണ് അനഘേനെ വഞ്ചിച്ചതെന്നുണ്ടെങ്കിൽ അബീനെ ഇവിടെ തുടരാൻ അനുവദിക്കുമോ, അവനെ ഇവിടെ നിന്ന് പുറത്താക്കില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനീനോട് ചോദിക്കും കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അതിനുള്ള മറുപടിയൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, എന്തായാലും ആദർശ് ഇങ്ങനെ കമ്പനിയിൽ ഒരു തിരിമറി ഇതുവരെ നടത്തിയിട്ടില്ല, അതുകൊണ്ട് ആദർശാണല്ലോ കമ്പനിയുടെ MD, അപ്പോൾ അവൻ എന്ത് തീരുമാനം എടുത്താലും അബി അത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണെന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. ആദർശാണെങ്കിലും പിന്നീട് പറയുന്നുണ്ടായിരുന്നു, നമ്മൾ വിശ്വസിക്കുന്നവർ ഒരു തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ഉടനെ ഒന്നും കമ്പനിയിൽ നിന്ന് പുറത്താക്കില്ല, വെറുതെ ഇങ്ങനെ നോക്കുകുത്തിയായിട്ട് ഇരുത്തും, വെറുതെ ശമ്പളം കൊടുക്കും, അന്തസ്സുള്ളവരാണെങ്കിൽ അവർ ജോലി ഒഴിവാക്കിയിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യാറ്, ഇവിടെ അപ്പോൾ അതൊന്നും പ്രതീക്ഷിക്കേണ്ടല്ലോ, നിനക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആദർശം പോകും കേട്ടോ. അപ്പോൾ നയനയോട് നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല എന്ന് ചോദിക്കട്ടോ. അപ്പോൾ നയന പറയും, എനിക്ക് ആദർശേട്ടനും അമ്മയൊക്കെ പറഞ്ഞതേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് നയനി അങ്ങ് പോവാണ്.
പിന്നീട് അനാമികയാണെങ്കിലും അബീനോട് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ചന്തു എന്നുള്ളൊരു കുട്ടിയുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ കുട്ടി വന്ന വഴി ആർക്കും അറിയില്ല. അത് നമ്മളങ്ങ് പുറത്ത് വിടണം. ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്ന് എല്ലാവരും അറിയട്ടെ എന്നൊക്കെ പറയാണ്. അപ്പം അതിന് ജലജയും ജാനകിയൊക്കെ സപ്പോർട്ടാണ് കേട്ടോ. ഇതെല്ലാവരും അറിയണം എന്നാണ് പറയുന്നത്. അബിയാണെങ്കിലും ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഇതെല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജ്വല്ലറിക്ക് തന്നെയാണ് അതിന് കോട്ടം തട്ടുന്നതെന്ന് പറയുമ്പോൾ, അതുകൊണ്ട് നമ്മുടെ ജ്വല്ലറിക്ക് കോട്ടം തട്ടിയാലും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിനക്കതുകൊണ്ട് മെച്ചമൊന്നുമില്ലല്ലോ, ആദർശിനും അവൻ്റെ പെണ്ണിനും അല്ലേ ഇതുകൊണ്ട് മെച്ചമുള്ളത്, അതുകൊണ്ട് ഇതെല്ലാവരും അറിയട്ടെ, നിനക്ക് കുറച്ച് ചാനലുകാരെയൊക്കെ പരിചയമുണ്ടല്ലോ, അവരോട് കാര്യം പറഞ്ഞാൽ മതി എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അവരെ വിളിച്ച് പറയുമ്പോൾ തന്നെ ആരാ പറഞ്ഞതെന്ന് പറയാതിരുന്നാൽ പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അബിക്കാണെങ്കിലും ചെറിയൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ, അത് പറയാൻ വേണ്ടിയിട്ട്. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ജാനകിയും ജലജയൊക്കെ പറയുന്നുണ്ട്, ഈ കാര്യം എന്തിനാ ഇത്ര ആലോചിക്കുന്നത്, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറയൂ കേട്ടോ. അനാമികയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അഭിയേട്ടൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും ചാനലുകാരെ അറിയിക്കും. എനിക്കും ചില ചാനലുകാരെയൊക്കെ പരിചയമുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെ ചാനലുകാരോട് പറയാൻ പോയതാണ്. പക്ഷേ അമ്മയുടെ കാര്യം ഓർത്താണ് പറയാതിരുന്നതെന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കാര്യമൊന്നും ഇനി ഓർക്കണ്ട, ഇതെല്ലാവരും അറിയണമെന്ന് പറയട്ടെ. അപ്പോൾ ജലജി അതിനങ്ങ് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു അബീനെ. അപ്പോൾ അബി പറയും, ഞാൻ വേണ്ട പോലെ ചെയ്തോളാം എന്ന് പറയുകയാണ് കേട്ടോ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ജലജയാണെങ്കിലും അനാമികേനോട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അവൻ പറഞ്ഞിട്ടില്ലെങ്കിൽ മോള് ഇത് ചാനലുകാരെ അറിയിക്കണം എന്ന് പറയുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ജലജ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ഇവിടെ ആരും തമ്പുരാനും തമ്പുരാട്ടിയൊന്നും ആവണ്ടെന്ന് പറയുകയെ. പിന്നീട് നയനേനെയാണ് കാണിക്കുന്നത്. നയന ഓഫീസിലാണ്. അപ്പോൾ അവിടെ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നയനയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ആൻമരിയ ആയിരിക്കും. ആൻമരിയാണല്ലോ എന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യും. അപ്പോൾ ആൻമരിയാണെങ്കിലും നയന കോൾ എടുക്കുമ്പോൾ തന്നെ ചോദിക്കുന്നത് ആദർശേട്ടൻ ഒരു കുഞ്ഞുണ്ടോയെന്നാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നയന ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ആൻമരിയ കാര്യം പറയും, അങ്ങനെ ഒരു വാർത്ത കിട്ടിയിട്ടുണ്ട് ഇവിടെ, ഞാനത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്, ആദർശേട്ടനെ അറിയാവുന്നതുകൊണ്ട് എന്ന് പറയുമ്പോൾ നയനയ്ക്കാണെങ്കിലും ആകെ ടെൻഷനായിട്ട്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ഈ വാർത്ത പുറത്തു പോകരുത് എന്ന് പറയും. പിന്നീട് നയന പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ആ വാർത്ത സത്യമല്ല എന്നുള്ളത്. പിന്നീട് അനന്തപുരിയിലൊരു കുട്ടിയുണ്ട്, അപ്പോൾ ഞാനാണ് ആ കുട്ടിയുടെ അമ്മയും അതുപോലെ തന്നെ ആദർശേട്ടനാണ് ആ കുട്ടിയുടെ അച്ഛനും, ഞങ്ങളൊരു കുഞ്ഞിനെ എടുത്ത് വളർത്തുന്നുണ്ട് എന്നാണ് കേട്ടോ നയന പറയുന്നത്. പക്ഷേ അത് ആദർശേട്ടൻ്റെ കുഞ്ഞൊന്നുമല്ല എന്ന് പറയുമ്പോൾ ആൻമരി പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കിട്ടിയ വിവരം അങ്ങനെയാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതൊരിക്കലും വാർത്ത പുറത്തു പോകരുത്, അങ്ങനെ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഇത് മീഡിയക്കാർ ആഘോഷിക്കും എന്ന് പറയുകയാണ്. ഇപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയുടെ MD കൂടെയാണല്ലോ ആദർശ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ മീഡിയക്കാർക്ക് അതൊരു ഇത് തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് എന്തായാലും ആൻമരീനോട് ഈ വാർത്ത പുറത്തു വിടരുത് എന്ന് പറയുകയാണ് കേട്ടോ. പിന്നീട് ആദർശിനോട് ഈ കാര്യം ചെന്ന് പറയുന്നുണ്ടായിരുന്നു നയന. അപ്പോൾ ആദർശിനാണെങ്കിലും ആകെ ഷോക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാന്ന് കണ്ടുപിടിക്കണം എന്ന് ആദർശും ഒരേ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, നീ ഇപ്പം തന്നെ അങ്ങോട്ട് പോകണം എന്ന് പറയുകയാണ്. അപ്പോൾ നയനയ്ക്കും ഒരു സംശയമാണ് കേട്ടോ, ഇതിൻ്റെ പിന്നിൽ ആരാന്ന് അറിയണം എന്ന് തന്നെയാണ് നയനി ആദർശിനോട് പറയുന്നത്. അബി ആയിരിക്കും ചിലപ്പോൾ എന്നിങ്ങനെ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കും എന്ന് ആദർശ് പറയുമ്പോൾ അബീനെ സംശയമുണ്ട് കേട്ടോ ആദർശിന്. അപ്പോൾ അബി ആയിരിക്കും എന്ന് പറയുമ്പോൾ നയനെ ചോദിക്കുന്നുണ്ട്, അവനാണ് തെറ്റ് ചെയ്തതെന്ന് അവന് നന്നായിട്ട് അറിയാം, പക്ഷേ അവനിങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല. അനാമികയും ചിലപ്പോൾ ഇങ്ങനെ ചെയ്തുകൂടായില്ല. ആരാ ഇതിൻ്റെ പിന്നിൽ കളിച്ചതെന്ന് നമുക്ക് എന്തായാലും അറിയണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് തിരക്കായി പോയല്ലോ എന്ന് പറയുമ്പോൾ നയന് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഞാൻ തന്നെ പോയിക്കോളാം, ആദർശേട്ടൻ വരണ്ട എന്ന് പറയാണ്. അന്ന് പിന്നെ ഒരു ദിവസം അബി ബാറിൽ വെച്ച് ഇങ്ങനെ കുടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അതൊക്കെ ഇങ്ങനെ മീഡിയക്കാർ നന്നായിട്ട് കൊട്ടിഘോഷിച്ചതാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നെ ഒരു വാർത്തയും നമ്മളെക്കുറിച്ച് ഇതുവരെ ഒന്നും വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ വാർത്ത തടയണം, മറ്റ് ചാനലിലൊന്നും വന്നിട്ടില്ലല്ലോ എന്നൊക്കെ നയനിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന് പറയും, ഇതുവരെ ഇങ്ങനെ ആരും പുറത്ത് വിട്ടിട്ടില്ല എന്നാണ് ആൻമരി പറഞ്ഞതെന്ന് പറയട്ടെ. അപ്പോൾ എന്തായാലും നയന ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ആദർശാണെങ്കിലും ഫോണൊക്കെ പെട്ടെന്ന് എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ, ആരെങ്കിലും ഇങ്ങനൊരു വാർത്ത കൊടുത്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ ആദർശിനും സമാധാനമാവുന്നുണ്ട്, ആരും ഇതുവരെ അങ്ങനെ ഒരു വാർത്തയൊന്നും പുറത്ത് വിട്ടിട്ടില്ല എന്ന് ഓർത്തിട്ട്. പിന്നീട് ആൻമരിയനെ കാണാനായിട്ട് നയന എത്തിയതാണ്. അപ്പോൾ ചേച്ചി വന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും MD എന്നോട് ഈ വാർത്ത പുറത്ത് വിടാൻ പറഞ്ഞു, പക്ഷേ ഇങ്ങനെ ഞാൻ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഞാൻ MDനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു എന്ന് പറയാണ്. അപ്പോൾ മറ്റ് ചാനലുകാരൊന്നും പുറത്ത് ഇല്ലല്ലോ എന്ന് വീണ്ടും നയനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനയോട് ആൻമരിയ പറയും, ഞങ്ങൾക്ക് അറിയാവുന്നവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ചില മഞ്ഞ വാർത്തകൾ പബ്ലിഷ് ചെയ്യുന്നവരുണ്ട്, അവർ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ. ആൻമരിയ പിന്നെ അനഘയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. അവരോട് വിവരം നൽകിയ ആൾ അങ്ങനെ അനഘയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനഘയുടെ വീട്ടിലാണെന്ന് നയന പറയുകയാണ്, കോമാ സ്റ്റേജിലാണ്, സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആൻമരി പറയും, അവൾക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവളോട് തന്നെ ഈ കുഞ്ഞുണ്ടാവാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്ന് നമുക്ക് ചോദിക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ നയന പറയും, അവിടെയാണ് ഞങ്ങളും പെട്ടുപോയത് എന്ന് പറയും. എന്തായാലും ആദർശേട്ടൻ്റെ കുഞ്ഞല്ല എന്ന് തറപ്പിച്ച് പറയുകയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും ചില സത്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരും, പക്ഷേ അവിടെ അനന്തപുരി തറവാടിനുണ്ടാവുന്ന മാനക്കേട് മായ്ച്ചു
കളയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആൻമരിയ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനന്തപുരിയിലുള്ളവർ തന്നെയാണോ തെറ്റുകാരെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.